എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം, ആരാണ് എൻ്റെ അയൽക്കാരൻ? ഹൂ ഈസ് മൈ നെയ്ബർ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30 മുതലുള്ള തിരുവചനങ്ങൾ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഖോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചുപോയി. ആ വഴി യാദൃച്ഛ്യമായി ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടുമുട്ടി മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ട് മാറി കടന്നുപോയി. ഒരു ശമരിയക്കാരനോ ആ വഴി പോകുകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു. എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. ആമേൻ. ഇതിന് പരിസരമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു പ്രഭാതം കൂടെ കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുത്തെ വചനം പറയുന്നുവല്ലോ, ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. കർത്താവേ, അടിയങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. വചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ അത് ഏറ്റെടുത്ത് അനുസരിക്കുന്ന വിശുദ്ധ മക്കളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹൂ ഈസ് മൈ നെയ്ബർ? ആരാണ് എൻ്റെ അയൽക്കാരൻ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപമയിൽ വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു ഉപമയാണല്ലോ സമരിയക്കാരന്റെ ഉപമ. ഈ ഉപമയിൽ 5 കഥാപാത്രങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. 1, അശ്രദ്ധനും സാഹസികനുമായ ഒരുവൻ. ചിന്തിക്കുകയോ ഭവിഷ്യത്തുകളെ കണക്കിലെടുക്കുകയോ ചെയ്യാതെ അശ്രദ്ധനായി പോകുന്ന ഒരു യാത്രക്കാരൻ. അദ്ദേഹം യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്രയാവുകയാണ്. അദ്ദേഹം യാത്ര ചെയ്ത വഴി വളരെ സാഹസികത നിറഞ്ഞതായിരുന്നു. ഏകദേശം 25 കിലോമീറ്റർ ദൂരമുള്ള വഴി അറിയപ്പെട്ടിരുന്നത് ചുവന്ന അഥവാ രക്തപാത എന്നാണ്. കാരണം ആ വഴി ആക്രമണങ്ങളുടെയും ഭീകരന്മാരുടെയും കവർച്ചക്കാരുടെയും ഒളിസങ്കേതമായിരുന്നു. യെരുശലേമിൽ നിന്ന് 3200 അടി താഴെയാണ് യെരിഹോ. മനുഷ്യവാസമില്ലാത്ത കവർച്ചക്കാരുടെയും കള്ളന്മാരുടെയും വിഹാര രംഗമായ അപകടമേഖലയായിരുന്നു ആ വഴി. ആരും ആ വഴി കൂടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറില്ല. അപകടം അറിഞ്ഞിട്ടും വീണ്ടും വിചാരം ഇല്ലാതെ അയാൾ ആ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്നു. ഇന്നും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മാർഗത്തിൽ കൂടി ഒരു വീണ്ടും വിചാരമില്ലാതെ ദുരന്തങ്ങളിലേക്ക് എടുത്തു ചാടുന്ന അനേകം വ്യക്തികളുടെ കരളലിയിപ്പിക്കുന്ന കഥ നാം എന്നും കേൾക്കാറുണ്ട്, കാണാറുണ്ട്. ഇവയെപ്പറ്റി വിശുദ്ധ പൗലോസ് പറയുന്നത് എന്താണെന്ന് അറിയാവൂ? വചനത്തിലൂടെ നമുക്ക് ഒന്ന് കടന്നു പോകാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 19-ാം വാക്യം. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയർ. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. Their end is destruction, their God is their belly, and they glory in their shame with minds set on earthly things. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇതാണ്. വളർന്നു വരുന്ന തലമുറ
മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരന്തത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകരമായ അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു അന്ത്യം വരണമെങ്കിൽ മക്കളെ, ദൈവത്തിലേക്ക് തിരിയുക. നീ ലോകത്തിന്റെ ലഹരിയിൽ അടിമയാകില്ല വേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ ലഹരിയിൽ നിറയപ്പെടുക. അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. കരുതലോടും സൂക്ഷ്മതയോടും കൂടി നമ്മുടെ ജീവിതം നാം നയിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കൂട്ടര് മറ്റുള്ളവരെ ആക്രമിച്ചും കവർച്ച ചെയ്തും അന്യായമായി മുതലുകൾ തട്ടിയെടുത്തും ജീവിക്കുന്ന ഒരു വർഗമാണ്. രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നവർ ഇവരാണ്. യാത്രികനെ ആക്രമിച്ച് അവശനാക്കി അവന്റെ സാധനങ്ങൾ അപഹരിക്കുന്നവർ. ഇന്നും ഇങ്ങനെയുള്ളവർ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. അവർക്കാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതൽ സ്ഥാനം. അനീതിയുടെയും അക്രമത്തിന്റെയും രംഗം ക്രിസ്തുവിന്റെ സുവിശേഷം മുഴങ്ങിക്കേൾക്കണം. ഇവിടെയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച സഹോദര സഹോദരി നിന്റെ റോൾ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, റോമർ 12:21, റോമൻസ് ചാപ്റ്റർ 12:21. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഡു നോട്ട് ബി ഓവർകം ബൈ ഈവിൾ, ബട്ട് ഓവർകം ഈവിൾ വിത്ത് ഗുഡ്. ആമേൻ. ക്രിസ്തുവിന്റെ സന്ദേശം ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആണ്. ആത്യന്തികമായി വിജയിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. മൂന്നാമതൊരു കൂട്ടരുണ്ട്, ആവശ്യക്കാരുടെ മുൻപിൽ കണ്ണടയ്ക്കുന്നവർ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവരുടെ പ്രത്യേകത, അവർ പ്രത്യക്ഷത്തിൽ ഈശ്വരവാദികളായിരിക്കും, എന്നാൽ പ്രവൃത്തിയിൽ അവർ നിരീശ്വരവാദികളായിരിക്കും. എന്നാൽ നിരീശ്വരവാദികൾ എന്ന് പറയപ്പെടുന്ന വാദികൾ ആവശ്യക്കാരന്റെ മുൻപിൽ കണ്ണടക്കില്ല. അവരാവശ്യം അറിഞ്ഞത് പ്രവർത്തിക്കും. അവരാണ് ശരിക്കും ഈശ്വരവാദികൾ. അർത്ഥം മനസ്സിലായല്ലോ? യെസ്. ഏതിൽ പെടും? ഏത് ഗ്രൂപ്പിൽ പെടും? അപ്പൊ മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പ്രത്യേകത ആവശ്യക്കാരുടെ മുമ്പിൽ കണ്ണടയ്ക്കുന്നവരാണ്. കർത്താവ് പറഞ്ഞ ഉപമയിലെ പുരോഹിതനും ലേവ്യനും ഇവരെ പ്രതിനിധീകരിക്കുന്നു. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് ഇവർ. എന്നാൽ അവശന് നൽകേണ്ട ശുശ്രൂഷയേക്കാൾ ആലയത്തിലെ പൂജയ്ക്കും മറ്റ് കർമ്മങ്ങൾക്കും അവർ പ്രാധാന്യം നൽകുന്നു. സഹായവും സേവനവും ആവശ്യമുള്ള സ്ഥലത്ത് അവർ മുഖം തിരിച്ചു കളയുന്നു. ശരിയല്ലേ? ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമല്ലേ? സ്തോത്രം. അതിനോട് സഹോദര സഹോദരി, നിന്റെ മനോഭാവം എന്താണ്? കർത്താവിന്റെ വചനം നമ്മളോട് ചോദിക്കുകയാണ്. മീഖ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. മീഖ 6:8. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു കർത്താവ് നിന്നോട് ചോദിക്കുന്നത്? ഹല്ലേലൂയ. ഈ തിരുവചന ഹൃദയത്തിൽ അടിവരയിട്ടുകൊണ്ട് ഒന്ന് ധ്യാനിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ കുറച്ചുകൂടി മനുഷ്യത്വമുള്ളവരായി ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി ജീവിക്കുവാൻ ഈ ഒരു തിരുവചന ഭാഗം മാത്രം മതി. ഒന്ന് ചിന്തിക്കുക, ധ്യാനിക്കുക. He has told you, O man, what is good and what does the Lord require of you but to do justice and to love kindness and to walk humbly with your God. Hallelujah. സ്നേഹം പങ്കുവയ്ക്കാനുള്ളതാണ്. നിരവധി സന്ദർഭങ്ങളിൽ അശരണരായ പലരും നമ്മെ മുട്ടി വിളിക്കാറുണ്ട്. പക്ഷേ കേൾക്കാത്ത മട്ടിൽ നാം കടന്നു പോകുന്നു. ഹല്ലേലൂയ. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. For none of us live to himself and none of us die to himself. നാലാമത്തെ ഒരു ഗ്രൂപ്പുള്ളത് വഴിയമ്പലക്കാരൻ. പ്രതിഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സേവനം ചെയ്യുന്നവരാണ്. ഈ വിഭാഗത്തിൽ പെടുന്നവർ അപകടം പിടിച്ച മനുഷ്യനെ സഹായിക്കും, പരിചരിക്കും, സംരക്ഷിക്കും. പക്ഷേ അതിനുള്ള പ്രതിഫലം ലഭിക്കണം. പ്രതിഫലം നോക്കി ജോലി ചെയ്യുന്നവർ ഇന്ന് അനവധിയാണ്. വിരുന്നിന് ക്ഷണിക്കുമ്പോൾ അഗതികളെയും ദരിദ്രരെയും ക്ഷണിക്കുവാൻ യേശുക്രിസ്തു കൽപ്പിച്ചത് പ്രതിഫലമായി നൽകുവാൻ അവർക്ക് ഒന്നുമില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ്. അഞ്ചാമതൊരു ഗ്രൂപ്പുണ്ട്, ത്യാഗപൂർണമായി സേവനം ചെയ്യുന്നവർ. ഇത്തരത്തിലുള്ളവർ വിരലിൽ എണ്ണാവുന്നവർ മാത്രം. സ്വയത്തെ വെടിഞ്ഞും സ്വാർത്ഥതയെ വെടിഞ്ഞും സ്നേഹത്തിന്റെ പ്രേരണയാൽ ത്യാഗപൂർണമായി പ്രവർത്തിച്ചവനാണ് ഉപമയിലെ ശമരിയക്കാർ. യഹൂദരാൽ വെറുക്കപ്പെട്ടവരായിരുന്നു ശമരിയക്കാർ. സമൂഹഭ്രഷ്ടനായി കണക്കാക്കപ്പെട്ട ശമരിയക്കാരൻ അവശനായവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു
അവശനായി കിടക്കുന്നവന്റെ ജാതി ശമരിയക്കാരൻ അന്വേഷിച്ചില്ല. അവൻ ഏത് മതത്തിൽപ്പെട്ടവനാണെന്ന് ചിന്തിച്ചില്ല. സ്നേഹത്തോടെ ഓടിച്ചെന്ന് അവന്റെ മുറിവുകളെ കെട്ടുകയും അവനെ സത്രത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. മാത്രമല്ല, മുറിവേറ്റ ഹതഭാഗ്യന്റെ ഭാവിയെ സുരക്ഷിതമാക്കുവാൻ വേണ്ടതെല്ലാം ചെയ്തു. ഇതാണ് യേശുക്രിസ്തു കാണിച്ചു തന്ന സ്നേഹം. പാപത്തിനും പൈശാചിക ശക്തികൾക്കും മരണാസന്നരായി കഴിയുന്ന മനുഷ്യവർഗത്തെ കണ്ടിട്ട് യേശുവിനെ മനസ്സലിഞ്ഞ് നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ മുറിവുകളെ വെച്ചുകെട്ടി നമുക്ക് വേണ്ടി കഷ്ടതയും യാതനയും സഹിച്ച് നമ്മെ നിത്യമായ രക്ഷയ്ക്ക് അവകാശികളാക്കി തീർത്തു. 1 പത്രോസ് 2:24 ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: നാം പാപം സംബന്ധിച്ചും മരിച്ചും നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ! ക്രിസ്തുവിന്റെ ഈ മനസ്സ് നമുക്ക് പിന്തുടരാം. ഫിലിപ്പിയൻസ് 2:5 പറയുന്നു: യേശു ക്രിസ്തുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Let the mind of Christ be in you. ഈ ചിന്തകളാൽ നമുക്ക് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, ഇന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങൾ അവിടുത്തെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നല്ല അയൽക്കാരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളിലൂടെ അവിടുന്ന് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിക്കണമേ അപ്പാ. ഓരോ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ അപ്പാ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പാ. ഞങ്ങളുടെ തോട്ടങ്ങളെയും ഞങ്ങൾക്കുള്ള അന്നന്ന് വേണ്ട ആഹാരം ഭക്ഷിക്കുവാനായി നിത്യവൃത്തി തന്ന് ഞങ്ങളെ പരിപോഷിപ്പിക്കുവാനായി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. കലത്തിലെ മാവും തുരുത്തിലെ എണ്ണയും പറ്റിപ്പോകാതെ അത്ഭുതകരമായി ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി പഠിക്കുവാനായി ജോലിക്കായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ! അവരുടെ പ്രവർത്തന മേഖലയെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ മടുത്തു പോകാതെ അവരുടെ പ്രവർത്തന മേഖലയിൽ കടന്നു വരുന്ന എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്യാനുള്ള ശക്തി മക്കൾക്ക് അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെതായ ദുഷ്ടശക്തിയുടെ ആ പ്രലോഭനങ്ങൾ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം മക്കൾക്ക് കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിവസത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. അവിടുന്ന് പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും കൊടുത്തിരിക്കാൻ നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി അപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. യേശുരാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. യേശുരാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ.